മോനെ, നിനക്ക് ശരിക്കും എന്താ പറ്റിയത്? നീ എവിടെയായിരുന്നു? അമ്മ എത്ര വിഷമിച്ചെന്നറിയോ? ചോദിച്ചു വരും അമ്മ, ഞാനിപ്പോൾ തിരിച്ചു വന്നല്ലേ. അന്ന് ആക്സിഡന്റ് പറ്റി വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞ സമയത്ത് എനിക്കിന്ന് ജീവിതം ഇല്ലെന്ന് കരുതിയതാ. പക്ഷെ അതിലെ പോയ നാടോടികളാ എന്നെ തിരുമേനിയുടെ അടുത്ത് എത്തിച്ചത്. അദ്ദേഹം കാരണം ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. തിരുമേനിയോ? ഏത് തിരുമേനിയുടെ കാരാ നീ പറയുന്നത്? സരസ്വതി മഠത്തിലെ കൃഷ്ണ നമ്പൂതിരിപ്പാട് തിരുമേനി എന്ന് എല്ലാവരും വിളിക്കുക. എന്നെ ചികിത്സിച്ച് പഴയ രൂപത്തിലാക്കി തന്നത് അദ്ദേഹം. അദ്ദേഹത്തിനോടൊരു നന്ദി എത്ര പറഞ്ഞാലും തീരല്ല മമ്മ. മമ്മ, എനിക്ക് സംഭവിച്ചത് ഒരു ആക്സിഡന്റ് അല്ല, അതെനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതാരാ ചെയ്തതെന്നും കൂടി എനിക്ക് അറിയണം. നിന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നാണോ നീ പറയുന്നത്? ആര്? എന്തിനു വേണ്ടി? ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ചില സംശയങ്ങൾ എനിക്കുണ്ട്. അത് വ്യക്തമായി കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചവനെ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല ഞാൻ. ഇനി ഒരു പ്രശ്നത്തിൽ നിന്ന് ചാടല്ല നീ. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പതിയെ. മമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായല്ലേ. മമ്മ ഉണ്ടാക്കി തരാവേ. എന്താ നന്മ നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എന്നെ കാണാൻ എത്ര ഭംഗിയാ. എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. മൃഷ്ടാനമോചനം, സുഖനിദ്ര, അതിന് പറ്റിയ സമയം തന്നെയാണല്ലോ ഇപ്പോ. എന്തിനാ നിന്റെ പത്നി ഇങ്ങനെ കോപിതയായിരിക്കുന്നത്? അവൻ പറയാനുള്ളത് അവൻ പറഞ്ഞോട്ടെ. അവൻ എന്തായാലും നിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ഞാനില്ലേ നിന്റെ കൂടെ. നീ എന്തിനാ പേടിക്കുന്നു? ഞാൻ എന്തിനാ അമീറിനെ പേടിക്കുന്നത്? എന്റെ കൂടെ രൺവീറില്ലേ? നിനക്ക് ആ ഉറപ്പുണ്ടായിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ മൂടൗട്ടായിട്ട് ഇരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവത്ത്. എന്നോട് എന്താ ദേഷ്യം? 2 ദിവസമായി ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം പറയുന്നു. അതിനൊരു പരിഗണന. ഇപ്പൊ നോക്കിയ തിരക്ക്. ഞാൻ ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിരുന്നു, പോസിറ്റീവാ. ഇത്രയുള്ള കാര്യം ഇതിനാണോ നീ കേട്? സത്യമായിട്ടും പറഞ്ഞതാണോ? സീരിയസ്ലി? ഓഫ് കോഴ്സ് നോട്ട്, ജോക്കിംഗ്. എന്താ രൺവീർ ഇത്? ഞാനിത് വെറുതെ പറയുന്നുണ്ടോ? എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്തു, പോസിറ്റീവ് തന്നെ വന്നത്. എനിക്ക് ഡോക്ടറെ കാണാൻ പോകണം. നന്മു, നീ ഇപ്പോഴാണോ പറയുന്നത്? ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അറിയോ? ഐ ലവ് യു നന്മു, ഐ ലവ് യു. ഒന്ന് വിട്ടിട്ടേ. ഡോക്ടർ ഒന്ന് ബുക്ക് ചെയ്യുന്നുണ്ടോ സാറ്? ഓക്കെ, ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തിട്ട് നമുക്ക് എല്ലായിടത്തും പറയാം. നവി ഡാഡ ഹാപ്പിയോ? നവിക്കുട്ടിയുടെ ഹാപ്പിയോ? നവിക്കുട്ടിനെ കളിക്കാൻ വേണ്ടി ഒരു അനിയനെ അനിയത്തിയെ വരാൻ പോവാ. അല്ലല്ലോ, നവിക്കുട്ടി ഡാഡിയെ പോലെ അല്ലേ? അപ്പൊ വരാൻ പോകുന്ന അനിയത്തിക്കുട്ടി മമ്മിയെ പോലെ ആയിരിക്കും. ഡാഡി മോനും കൊള്ളാലോ. അനിയത്തിക്കുട്ടിയാണെന്ന് ഇപ്പൊ തന്നെ തീരുമാനിച്ചോ? ഞങ്ങൾ തീരുമാനിച്ചു, ഗേള് തന്നെ. ബാഹുബലി പറഞ്ഞ ഓർമ്മയില്ലേ നിനക്ക്? ഇതാരാ? My son, that's so cute. Hey, hello. നല്ല കളിയാണല്ലോ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എന്നെ അറിയോ? എങ്ങനെ അറിയാം? ഡാഡാ? ഓ, രൺവീർ. നോ, ഞാൻ എന്നിട്ട് ഡാഡ. ഞാൻ മാത്രം നിന്റെ ഡാഡ. വാവേ, വാവേ കരയില്ല വാവേ. ഡാഡ അറിയാതെ ദേഷ്യപ്പെട്ടതാ. വാവേ കരയില്ലേ? നവി, നവി ബേബി, എന്തിന്റെ ഡാഡയുടെ വാവ കരയുന്നേ? എന്ത് പറ്റി? മമ്മ ചീത്ത പറഞ്ഞോ? എന്ത്? നവി സോറി നവി, ഡാഡ അറിയാതെ ദേഷ്യപ്പെട്ടത്. നവി ഡാഡ അടുത്തേക്ക് വാ. നന്മോ, നന്മോ. എന്താ രൺവീർ, എന്ത് പറ്റി? വാവേ, വാവ മമ്മയുടെ ഒപ്പം പോ. ഡാഡ വരാട്ടോ.
നമ്മ ഇവനകത്തേക്ക് കൊണ്ടുപോ. വാ നവി. എന്തിനാ നവി കരഞ്ഞേ? എന്ത് പറ്റി രൺവീർ? നമ്മ നീ അവനെ കൊണ്ട് അകത്തേക്ക് പോ. എന്റെ കുഞ്ഞിനെ നീ തട്ടിയെടുത്തല്ലോടാ. ഞാൻ എന്ത് തട്ടിയെടുത്തതാ? എനിക്കെന്നാ പറയാറുണ്ട് അവൻ്റെ അടുത്ത് നീ ഇവിടുത്തെ ആരുമല്ലെന്ന്. അവനോട് ഞാൻ അച്ഛനെന്ന് വിളിക്കാനാ പറഞ്ഞത്. എനിക്ക് വിഷം കുത്തിവെക്കാൻ അറിയില്ല. പിന്നെ നിന്റെ കുഞ്ഞായിരിക്കും, പക്ഷെ എൻ്റെ മോനായിട്ടാണ് വളർന്നത്. എൻ്റെ നെഞ്ചത്ത് കിടന്ന് എൻ്റെ കുഞ്ഞിനെ നേരെ ഒച്ച ഉയർത്തിയോ കൈ ഉയർത്തിയോ സംസാരിച്ചാ വെട്ടിയെടുക്കും ഞാനത്. മനസ്സിലായോ നിനക്ക്? രൺവീർ, എന്തൊക്കെയാ ഈ പറയുന്നത്? ദൈവം സഹായിച്ച് അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുക. അപ്പൊ വീണ്ടും അവനെ വേദനിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നോ നീ? അതെ, ഇവനെ കൊല്ലാൻ തന്നെയാ. ഒരവസരം കിട്ടി ഞാനത് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എപ്പോഴും നിങ്ങൾക്ക് ഇവൻ തന്നെ ഇമ്പോർട്ടൻസ്. മമ്മയ്ക്ക് അറിയാം രൺവീർ പറഞ്ഞത് മോന് വേദനിച്ചിട്ടുണ്ടാവുന്നു. അവൻ പറയുന്നൊന്നും നീ കാര്യാക്കണ്ട കേട്ടോ. മമ്മ എന്നും നിന്റെ കൂടെ. മമ്മ, നവി എന്റെ മോനല്ലേ, പക്ഷെ അവനായിട്ടാണ് അവന്റെ. മോനെ അമ്മി, നീ കരയല്ലടാ. അവൻ കുഞ്ഞല്ലേ, നമുക്കവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നവി രൺവീറിനോട് അത്ര അറ്റാച്ച്മെന്റ് ആടാ, അതുകൊണ്ടാ. മമ്മ, ഞാൻ റൂമിലേക്ക് പോവാം. എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. ഡാഡിയുടെ വാവൻ ഒരുപാട് കരഞ്ഞല്ലേ. സോറി വാവേ. രൺവീർ, ആ നവി ഉറങ്ങിയല്ലോ. അവൻ ആരാ എന്റെ കുഞ്ഞിനെ ചീത്ത പറയാൻ? ഞാൻ എന്റെ കുഞ്ഞിനൊന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ല. അവൻ. രൺവീർ, ദേഷ്യപ്പെടാതെ ഒന്ന് പതിയെ പറ. നവി ഉണരും. നീ തന്നെയല്ല അവനെ ഉറക്കിയത്. എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് തന്നു. നമ്മുടെ കല്യാണക്കാര് അവൻ്റെ അടുത്ത് പറയാൻ പാടില്ലെന്നല്ലേ ഇവിടുത്തെ അമ്മത്തമ്പരാട്ടിയുടെ കൽപ്പന. ഞാൻ എന്റെ കുഞ്ഞിനെ പറഞ്ഞാണ് അവൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ അവരപ്പോഴേക്കും എന്റെ നേരെ ചൂടായി. ഞാനല്ല കുറ്റം ചെയ്തത്, തെറ്റ് ചെയ്തത്. അവർ വെക്കപ്പെടും. അവന്റെ ഫീലിങ്സ് മാത്രമേ ഉള്ളൂ നന്മോ. എന്റെ ഫീലിങ്സിനെ കുറിച്ച് അവർക്കൊരു ചിന്തയില്ല. രൺവീർ കരയാതെ. അമ്മ എന്തായാലും ഒരു ദിവസം നിന്റെ ഫീലിങ്സ് മനസ്സിലാക്കും. അവരൊരിക്കലും എന്നെ മനസ്സിലാക്കില്ല, ഒരിക്കലും. രൺവീർ, ഞാനും മോനുമില്ല നിന്റെ കൂടെ. പ്ലീസ് ഡോണ്ട് ക്രൈ രൺവീർ. ഞാൻ എപ്പോഴും ഉണ്ട് നിന്റെ കൂടെ, എന്നും. അമ്മി, മോനെ നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? എത്ര നാളും അമ്മ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ. ഞാൻ ഓഫീസിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ല മോനെ, ഓഫീസിൽ. മമ്മ, അതിനോ അവനവിടെ ഉണ്ടാവും. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എനിക്ക് ചെറിയൊരു കാര്യമുണ്ട്, അതിനു വേണ്ടി ഞാൻ ഓഫീസിൽ പോകുന്നത്. ബൈ മമ്മ. നമ്പർ തന്നെ അത്. അമ്മേ, എന്താ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ തന്നെ കണ്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ. ഓ, എന്നാ അമീർ പോവാൻ ഇറങ്ങിയതല്ലേ. ബൈ. സോ ബ്യൂട്ടിഫുൾ. എൻ്റെ മകൻ്റെ അമ്മ ആയതുകൊണ്ടാണ് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ സംതിങ് ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ നിന്നോട് തോന്നുന്നുണ്ട്. നിന്നെ അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ റിയലി വാണ്ട് യു. ചിരാഗ്, രൺവീർ ഇതുവരെയായിട്ടും വന്നല്ലേ? അവൻ നേരത്തെ പോകുന്നതാണല്ലോ. രൺവീറിന് ധ്രുവ ഗ്രൂപ്പായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിയുള്ളൂ. റൺവീറിൻ്റെ ഒപ്പം തരുൺ ഉണ്ടാവും അല്ലേ? ചിരാഗ്, ഞാൻ ലിയയെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞെന്തായി? ലിയ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെയായിട്ടും വീട്ടിൽ പോയിട്ടില്ല. അവരുടെ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെയാണെന്ന് വിവരം കിട്ടിയത്. ലിയ അവൾ ഒളിച്ചിരിക്കുകയാണല്ലേ? അവളെനിക്ക് ശരിക്കൊന്ന് കാണാനുണ്ട്. എസ്റ്റേറ്റ് എവിടെയെന്ന് എനിക്കറിയാം. അല്ല, ഒറ്റയ്ക്ക് പോകണോ? ഞാൻ പൊക്കോളാം, നീ പേടിക്കണ്ട. ഈ വിവരം മറ്റാരും അറിയണ്ട, കേട്ടല്ലോ? ഹലോ മിസ് ലിയ. രൺവീർ, നോ. അമീർ, യു ഡിഡ് നോട്ട് ഫോർഗെറ്റ് മീ. എന്താ ഭയം തോന്നുന്നു? കൊന്നവൻ എങ്ങനെയാ തിരിച്ചു വന്നെന്ന് ആലോചിച്ചിട്ട്? ഞാനാരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അമീർ, എന്താ അമീർ, നീ എൻ്റെ ലവ് അല്ലേ? യു ഡോണ്ട് ബിലീവ് മീ? മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി പുല്ല്. അമീർ, സത്യമായിട്ട് എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല.
എനിക്ക് അതിനുള്ള ധാടിയൊന്നുമില്ല. ഞാൻ ഞാൻ നിന്നെ പറ്റിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒരിക്കലും നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനസ്സിൽ ഒരിടത്ത് നിന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ട് അമീർ. പ്ലീസ് അമീർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രൺവീറായിരിക്കും. നിന്റെ മനസ്സിലൊരു കോണിലെ ഇഷ്ടം മൈഫൂദ്. നിന്റെ കള്ളത്തരൊന്നും എൻ്റെ അടുത്ത് വേണ്ട. രൺവീർ അവനെ കൊല്ലണമെങ്കിൽ മുന്നേ കൊല്ലായിരുന്നു. ഇത്ര നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. രൺവീറിനെ കൊല്ലാനായിട്ട് മോട്ടീവ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടല്ലോ നമ്രത. വാട്ട് യു മീൻ? നമ്രത? എനിക്ക് മനസ്സിലായില്ല. അമീർ, നിന്റെയും നമ്രതയുടെ ജീവിതത്തിൽ നടന്നതൊക്കെ എനിക്കറിയാം. ഇപ്പോ നമ്രത രൺവീറിന്റെ വൈഫാണ്. You bitch! Nonsense. ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ എൻ്റെ മുന്നിൽ പറഞ്ഞ കൊന്നുകളെ. എന്നെ വിട് നീ. ഞാൻ പറഞ്ഞ നോണിയാണ്. പോയി അന്വേഷിച്ച് നോക്ക്. എല്ലാവർക്കും അറിയാവുന്ന കാര്യ. എന്നിട്ട് നിനക്കറിയില്ല, എല്ലാവരും നിന്നെ നിന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അവൻ നിന്നെ നിന്നെല്ലാം തട്ടിയെടുത്തോണ്ടിരിക്കാം. നീ ഒരു പോട്ടനെ പോലെ നിന്നോ. No, you bastard. എന്നെ നിന്ന് എല്ലാം തട്ടിയെടുക്കാൻ നീ ശ്രമിക്കുന്നു. എൻ്റെ മോൻ, എൻ്റെ ഭാര്യ. I will kill you today. You are always really fool, Amir. Ranveer, where are you? Ranveer! എന്താടാ കിടന്ന് കാറാ നിൽക്കുന്നേ? എന്നെ കാണാതെ ഉറക്കം വരുന്നില്ലേ? ബാസ്റ്റേഡ്! എൻ്റെ നമ്രത നീ എന്നെ നിന്ന് തട്ടിയെടുത്തല്ലേ? നിന്നെ കൊല്ലും ഞാൻ. ഇനി നീ ജീവനോടെ വേണ്ട. അടിക്ക്, എത്ര വേണമെങ്കിലും അടിച്ചോ. നിന്റെ ഓരോ അടിയും എനിക്ക് ഹാപ്പിയാ. കാരണം നമ്മ എൻ്റെ വൈഫാ. ഹാപ്പിയാക്. ഇത് നിന്റെ അവസാനത്തെ ശരിയാ. നമ്രത എൻ്റെ പെണ്ണാ, എൻ്റെ മാത്രം. സ്വപ്നത്തെ പോലെ ഒന്നും നടക്കില്ല. നിന്റെ പെണ്ണ്, അവളെ എൻ്റെതാ. നിന്നെ ഞാൻ ജീവനോടെ വെച്ചത് ആർക്ക് വേണ്ടിയാണോ അത് ഞാൻ അങ്ങ് മറക്കും. ഇന്ന് നമ്മളൊരാൾ മാത്രമേ ഇവിടെ ജീവനോടെ ഉണ്ടാവൂ. അമ്മേ, എന്താ രണ്ട് കാണിക്കുന്നത്? രണ്ട് തമ്മിൽ തല്ലി ചാവുമല്ലോ. ഇവിടെ പിള്ളേർ എന്ത് കാണിക്കുന്ന വീടറാ? ഇവിടെ രണ്ട് വീട്. നിർത്തുന്നുണ്ടോ? അമീർ, മോനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താ മോനെ ഉണ്ടായത്? എന്തിനെങ്ങനെ അടി കൂടുന്നേ? എന്താ പറ്റിയേ? ഇവൻ കാരണം എല്ലാം സംഭവിച്ചത്. എന്റെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ചെയ്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇവനാ. മമ്മ. എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റൊരാളാ. രവി, എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചത് നീയാണോ? എന്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവനെ ദ്രോഹിച്ചിട്ട് നിനക്ക് മതിയായിട്ടില്ലേ? ഞാൻ പ്രതീക്ഷിച്ചതാ. അവൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് വേദവാക്യം. എനിക്ക് അവനെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിനക്ക് അവന്റെ ആവശ്യമില്ലെന്നോ? എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് എന്റെ പെണ്ണിനെ തട്ടിയെടുത്തില്ലേ നീ? അമീർ, ഇനി ഇതുപോലെ പറയരുത്. ഞാൻ നിന്റെ ആരുമല്ല. രൺവീർ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിക്കേ. അപ്പൊ ഞാൻ വിശ്വസിക്കാം. അല്ലാതെ ഞാൻ രൺവീറിനെ വിശ്വസിക്കില്ല. ഹി ഈസ് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ലവ്. കേട്ടില്ല അമീർ അവള് പറഞ്ഞത്? ഞാൻ അവളുടെ പ്രണയവും അവളുടെ ഹസ്ബൻഡും ആണെന്ന്. എനിക്ക് ഈ ലോകത്ത് ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്റെ നന്നു, എന്റെ പെണ്ണ് എന്നെ വിശ്വസിക്കുന്നുണ്ട്. അത് മതി എനിക്ക്. വാ നന്നു. അവരവളെ കൊണ്ട് മമ്മിയല്ല എന്നോട് മറച്ചു വെച്ചല്ലോ. മമ്മിയോട് ക്ഷമിക്ക്. മോന് വിഷമാവണ്ട വെച്ചിട്ട് അവൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന മമ്മയ്ക്ക് അറിയില്ല. അത് സ്റ്റോപ്പ് ഇറ്റ്. ആദ്യം അമ്മയോട് തേവ് കാണിക്കാൻ പറയും രൺവീറിനെതിരെ. എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തിയാൽ മതി. അല്ലാതെ എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ. നന്നു, I'm sorry. Really sorry. എന്ത് പറ്റി? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിനാ നീ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. നമുക്കിവിടെ നിൽക്കണ്ട. എനിക്ക് പേടിയാവുന്നു. എന്തെങ്കിലും നിനക്ക് സംഭവിച്ച നമുക്ക് പോവാ അവിടുന്ന്. പറയുന്ന എന്നെ കാണിക്കും. ഞാൻ പറയുന്ന കേൾക്കാതെ നീ എന്തായി ചെയ്തോടും?
മോളെ നന്മോ, എനിക്കൊന്നും സംഭവിക്കില്ല. നീ മോനും എൻ്റെ കൂടെയല്ലേ. ഇനി അമീർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്കിപ്പോൾ സന്തോഷമുള്ള സമയമല്ലേ. നമ്മുടെ കുഞ്ഞ് വരാൻ പോവല്ലേ. അത് നമ്മളിവിടെ അറിയിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഡാഡിയുടെ മമ്മിയിൽ നിന്നും ആ സന്തോഷം തട്ടിയെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല മോളെ. സോറി രൺവീർ, പേടിച്ചിട്ടാ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന്. ഐ ലവ് യു രൺവീർ. ഐ ലവ് യു ടു. ഐ നന്മോ. മാമ ഉറങ്ങിയില്ലായിരുന്നോ? മാമയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മോളെന്താ ഈ നേരത്ത്? വെള്ളെടുക്കാൻ വന്നാ മാമയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയൂ? രൺബീർ അമീറും തമ്മിലുള്ള പ്രശ്നം എന്താന്നല്ലേ നിനക്കറിയേണ്ടത്? മാമ, അവര് തമ്മിൽ എപ്പം മുതലാ ഇങ്ങനെ അടിയും വഴക്കൊക്കെ? അവര് തമ്മിൽ ചെറുപ്പം മുതലേ പ്രശ്നം. അവരിങ്ങനെ വഴക്കൂടാൻ മധു ഒരു കാരണം. മാമ, അമ്മായി എങ്ങനെ കാരണമാണ്? മധു തന്നെ കാരണം മോളെ. ഞങ്ങൾക്ക് ഇരട്ട കുട്ടികൾ ജനിക്കാൻ വേണ്ടി സന്തോഷത്തിലായിരുന്നു ഞങ്ങള്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ അമീറിന് ബോഡി വീക്ക്നെസ്സും പിന്നെ ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. ഡോക്ടർ അവനെ നല്ല കെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ രോഗാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും മധു അവന് കൂടുതൽ പരിഗണന കൊടുത്തത്. പക്ഷേ കൂടുതൽ അവനെ പരിഗണിച്ചുകൊണ്ടിരുന്നപ്പോൾ അവള് രൺബീറിനെ അങ്ങ് മറന്നുപോയി. പാവൻ്റെ കുഞ്ഞ് അവളുടെ ഒരു തലോടിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇവളാവുമ്പോൾ കുറുമ്പുണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ മക്കളും. പക്ഷെ അമീർ എന്ത് തെറ്റ് ചെയ്താലും അതിന് ശിക്ഷ രൺബീർ അനുഭവിച്ചു തുടങ്ങി. അവന് അതിനൊരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അമീറിന് അവൻ്റെ അമ്മ അവൻ്റേത് മാത്രമാണെന്നുള്ളൊരു പൊസസീവ്നെസ് വന്നു തുടങ്ങി. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു 8 വയസ്സുള്ളപ്പോൾ അവർ തമ്മിൽ ഒരു അടി നടന്നു. അതിൽ രൺബീറിൻ്റെ തലപൊട്ടി ചോര വരികയും അമ്മീൻ്റെ കൈ ഒടിയുകയും ചെയ്തു. പക്ഷേ മധു രൺബീറിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അമീറിനെ കൊണ്ടുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം രൺബീറിനെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു അവള്. അവൻ്റെ തല പൊട്ടി ചോര വന്നതും അവൻ്റെ തലയിൽ സ്റ്റിച്ച് ഇട്ടിക്കുന്ന ഒന്നും അവൾക്ക് കാണാൻ വയ്യായിരുന്നു. അമീർ അവൾക്ക് വലുത്. അമീറിനൊന്നും വരാതിരിക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെ ഞങ്ങളിൽ നിന്ന് അവൾ അകറ്റി. മാമ ഒരിക്കലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചായിരുന്നില്ലേ? അവൾക്ക് ആര് പറയുന്നതും കേൾക്കാൻ വയ്യായിരുന്നു. അമീറായിരുന്നു ഇമ്പോർട്ടൻ്റ്. രൺബീർ എൻ്റെ മോൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അമീർ രൺബീറാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വിശ്വസിച്ചു പോയി. പക്ഷെ നീ അവൻ്റെ കൂടെ നിന്ന് അവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് മോനെ. അച്ഛമ്മയുടെ മരണവും അമീറുമായിട്ടുള്ള ഡിവോഴ്സും അവൻ്റെ മരണവും എല്ലാം കൊണ്ട് ഞാൻ തകർന്നിരുന്നു. ചിരിക്കാൻ പോലും മറന്നുപോയിരുന്നു. അപ്പോഴാ എല്ലാ സന്തോഷങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ രൺവീർ വന്നത്. ആർക്ക് വേണ്ടെങ്കിലും അവൻ എനിക്ക് വേണം മാമ. മാമൻ അത് കേട്ടാൽ മതി മോളെ. നീ ചെല്ലേ. അവനും മോനും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. എന്ത് ക്യൂട്ടായിട്ട് കിടന്നുറങ്ങുന്ന എൻ്റെ ബേബി. എനിക്ക് വർക്കിന് പോകാൻ സമയമായി. എന്തായാലും ഉറങ്ങിക്കോ. ഗുഡ് ബൈ രൺബീർ. അഴിച്ചു വിട്. ആരത് കിട്ടി? അമീർ, നീ എടാ അഴിച്ചു വിടറന്നെ. അമീർ എവിടെ? അമീർ, നീയാ അമീർ? ഞാനാ രൺവീർ. നീ നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇനി മുതൽ എല്ലാവരും മുന്നിലും ഞാനാ രൺവീർ. അമീർ നാട് വിട്ടുപോയി. അവൻ്റെ സന്തോഷം തേടി അവൻ പോയി. ഇനി രൺവീർ മാത്രമേ ഉള്ളൂ ഇവിടെ. നീ എന്ത് കളി കളിക്കുന്നത്? അഴിച്ചു വിടുന്നുണ്ട് അമീർ. നീ കാണിക്കുന്ന ഈ ഭ്രാന്ത് അതെല്ലാം നാശത്തിലേക്ക് കിടന്ന് അവസാനിക്കും. എൻ്റെ പെണ്ണ്, അവളെ നീ എന്തെങ്കിലും ചെയ്ത എടാ അഴിച്ചു വിടറോ. ഞാൻ ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല, സത്യമായിട്ടും. അമീറെന്ന് എന്നെ അല്ലാതെ രൺവീറായി എന്നെ അവളെ സ്നേഹിച്ചാലും എനിക്ക് വിരോധമില്ല. മമ്മ നിന്നെ മറന്നില്ലേ രൺവീർ? അതുപോലെ അവളും മറക്കും. രൺവീർ എന്ന ഈ അമീർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അമീർ നിക്ക്. അമീർ അങ്ങനെ ചെയ്യില്ല. അമീർ, അമീർ നോ. അമീർ പ്ലീസ് ഡാ. നീ എത്ര വേണമെങ്കിലും നിലവിളി കൂട്ടിക്കോ, നിന്റെ ശബ്ദം പോലും പുറത്ത് കേൾക്കില്ല. ഇന്ത്യൻ ഒരു സ്ഥലത്ത് വെച്ച് അത് അവിടെ കാണില്ല, വേറെ വല്ലയിടത്തും. ഡാഡി മോനും കൂടി എവിടെ മാറ്റി വെക്കാന്ന്. രൺവീർ, എന്ത് പറ്റി? രൺവീർ,
രവിന്റെ മേത്തുനിന്ന് വെറൈറ്റി ഒരു ഡിഫറെന്റ് ടൈപ്പ് സ്മെല്ലാണല്ലോ വരുന്നത്. ആ അത് ഞാൻ പുതിയ പെർഫ്യൂം അടിച്ചിരുന്നു, അതായിരിക്കും. നമ്രത. എന്താ എന്താ വിളിച്ചത്? നമ്പർത്താന്നോ? ആദ്യമായിട്ടാണല്ലോ അങ്ങനത്തെ വിളി. എന്നെ വിട്ടേ രൺവീർ. സോറി നിന്നു, മൈൻഡിൽ കുറെ ടെൻഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചു പോയതാ. ഇനി അങ്ങനെ വിളിക്കില്ല. നല്ല എൻ്റെ ജീവനല്ലേ. അതാ ഇപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി അമ്മയിൽ എങ്ങനെയാണെന്ന്. അതെ, ഇനി എത്ര നാൾ മറച്ചു വെക്കും എൻ്റെ ഈ പ്രഗ്നൻസിയുടെ കാര്യം? ഇപ്പൊ അമീരെല്ലാം അറിഞ്ഞില്ലേ, ഇനി എന്തിനാ മൂടി വെക്കുന്നേ? പ്രഗ്നൻ്റ് ആണെന്നോ? അവൻ്റെ കുഞ്ഞ് അല്ല, എൻ്റെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്. നമ്മുടെ പ്രഗ്നൻസിയുടെ കാര്യം പറയാം. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും, നമുക്ക് എല്ലാവരുടെ പറയാം. ഇതെന്ത് പറ്റി? പ്രത്യേക രീതിയിലുള്ള കാട്ടിക്കൂട്ടലാണല്ലോ. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന എക്സൈറ്റ്മെന്റിലാണോ ഈ പറയുന്നത്? എവിടെയും എന്തോ തകരാറുണ്ട്. എന്തെങ്കിലും ചെയ്, എന്നാലും എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോണു. എനിക്ക് അവളുടെ പ്രഗ്നൻസിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എൻ്റെ കുഞ്ഞില്ലേ ഇത്, എൻ്റെ കുഞ്ഞ്. അമ്മേ, നന്മ വിശ്വസിക്കല്ലേ, ഞാനറിഞ്ഞേ അവൻ അമ്മീനാണെന്നോ. മമ്മ, രൺവീർ, നീ നീ എന്താ എന്നെ വിളിച്ചത്? മമ്മ. ഓ ഷിറ്റ്, ഞാൻ നിങ്ങളെ വിളിച്ചല്ല, നവിയോട് മമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. നിങ്ങളുടെ പൊന്നാര മോനെ ഇവിടെ. കഴിക്കാൻ പാടില്ലായിരുന്നു. അവൻ ബിസിനസ് കാര്യത്തിന് വേണ്ടി 2 ദിവസത്തേക്ക് പുറത്തു പോയി. എന്താ രൺവി, നിന്റെ നടത്തത്തിലും പെരുമാറ്റത്തിലും ഒരു മാറ്റം പോലെ ഡാഡിക്ക് തോന്നുന്നതാ. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക, അതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേ. ഇതൊക്കെ കഴിക്കാതിരിക്കല്ലേ, നല്ല വണ്ണം കുറയുന്നുണ്ട്. ആ കാട്ട്, ഈ ജ്യൂസ് ഡാഡി അത് എടുക്കല്ലേ, അത് നന്മയുള്ളതാ. നന്മ കുടിക്ക് കുടിക്ക്. എനിക്കൊന്നും വേണ്ട നിന്റെ ജ്യൂസ്, നീ തന്നെ അവൾക്ക് കൊടുക്ക്. അല്ല, എന്നൊക്കെ ആർക്ക് വേണം? പ്രായമായിട്ട് മക്കൾക്കും വേണ്ട. ഭരതേട്ടാ, എന്നെ പറയാൻ പോണെങ്കി വേണ്ടാട്ടോ. എനിക്ക് വേണട്ടോ എന്റെ ഭരതേട്ടനെ. എന്റെ ഒരു ATM കാർഡ് എന്ന് പറയുന്നത് എന്റെ ഭരതേട്ടനല്ലേ. ഭരതേട്ടനില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഓ, ആദ്യം ATM കാർഡിനെങ്കിലും ആവശ്യമുണ്ടല്ലോ, ഇല്ലെങ്കിൽ വല്ല വൃദ്ധസനത്തെ കൊണ്ട് തള്ളിയനായിട്ടൊക്കെ. ഒന്ന് പോ മാമേ. എന്ത് നമ്മ ഇത്ര ക്യൂട്ടായിരുന്നു. രഞ്ജി, നീ ചിരാഗിനോട് ടിക്കറ്റ് എവിടേക്കാ ബുക്ക് ചെയ്യാൻ പറഞ്ഞേ? എവിടേക്കും പോകുന്നുണ്ടോ? യെസ് ഡാഡ്, ഞങ്ങള് UK ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. എന്തായാലും ഇവിടെ നിന്ന് ഒരു പ്രശ്നങ്ങൾ നേരിടുന്നേക്കാട്ടും നല്ലത് ഇവിടുന്ന് പോകുന്നതാ. അതൊന്നും ശരിയാവില്ല. നമ്രതമോളും നവീനൊന്നും പിരിഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എനിക്കും എന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും സന്തോഷം സമാധാനമായിട്ട് ജീവിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കരിനിഴലായിട്ട് ആരും വരാൻ പാടില്ല. തർക്കമൊന്നും വേണ്ട, അവന്റെ ഇഷ്ടം പോലെ എന്തായിട്ട് ചെയ്യട്ടെ. നമ്മുടെ മക്കള് സന്തോഷമായിട്ട് ഇരുന്നാ പോരെ, എവിടെയായാലും എന്താ. ഹലോ മൈ ട്വിൻ ബ്രദർ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? നീ വന്നു, ഞാൻ ചത്തിട്ടില്ലടാ. കൊല്ലാതെ കൊല്ലുന്നതിന് ഒരു ഒറ്റയടിക്കാതെ കൊന്നു കളയല്ലേ. എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? ഇതിന് മാത്രം എന്ത് തട്ടി നിന്നെടുത്ത് ചെയ്തത്? ചെറുപ്പം മുതൽ നീ എന്നെ എല്ലാം തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോഴെന്തിനാ അങ്ങനെ? എനിക്കിഷ്ടമല്ല എൻ്റെ മമ്മ നിന്റെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നെ കുറിച്ച് ഒരുപാട് വെറുപ്പിനെ ഉണ്ടാക്കിച്ചതാ. പക്ഷെ എന്നാലും മമ്മയുടെ മനസ്സിൽ നിന്നെ കുറിച്ചൊരു ഫീലിങ്സ് ഉണ്ട്. നന്മ എൻ്റെ ഭാര്യയായിരുന്നല്ലേ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ നീ വന്ന് അവളെ തട്ടിയെടുത്തു. ഇനി ഞാൻ അതിനെ അനുവദിക്കില്ല. അവളെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ. ഒരിക്കലും നീ അവരെ കാണില്ല. അമ്മ വേണ്ട, അമ്മ എന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തിട്ടില്ലല്ലോ. ഞാൻ ഒന്നും നിന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോടാ. നന്മ നിന്റെ ഭാര്യ അവൻ മാറിക്കിട്ടു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീ അവളെ നിന്ന് അകന്നു കഴിഞ്ഞിട്ടാ ഞാൻ അവളുടെ ജീവിതത്തേക്ക് വന്നത്. എടാ, അവളെ എനിക്ക് വിട്ടുതാടാ. എന്റെ കുഞ്ഞു അവളില്ലാതെ എനിക്ക് ജീവിക്കണ്ട. അഥവാ നീ അവരെ കൊണ്ടുപോയി എനിക്ക് കൊന്നിട്ട് പോടാ. നിന്നെനിക്ക് കൊല്ലാൻ കഴിയായിരുന്നെങ്കിൽ എന്നെ ഞാനത് ചെയ്തേനെ. അതിനെനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാൻ എന്തായാലും അവരെ നിനക്ക് വിട്ടുതരാൻ പോകുന്നില്ല. നന്മ മോനെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോവുക. അമ്മീന് നിക്കടാ. നന്മ, മിസ് യു. ഹലോ, എന്നെ മൈൻഡ് ചെയ്യാതെ എങ്ങോട്ടാ? നന്മ
ഇവിടെ വാ, ഇവിടെ എങ്ങോട്ട് പോവാ? എന്റെ കയ്യിലെ വിട്. നമ്മോ നിനക്ക് എന്താ ദേഷ്യം? ഇവിടെ വാ, ഇവിടെ ഇവിടെ ഇരിക്കെ. വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞേ? നിക്ക് നമ്മൂടെ. അമീർ ഇനി എന്റെ ശരീരത്തിൽ തൊട്ടാ കൊന്നുകളയും ഞാൻ നിന്നെ. നീ കളിക്കുന്ന നാടകം എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? നിനക്ക് എല്ലാം അറിയാമായിരുന്നോ? എപ്പോ മുതൽ? എനിക്കാദ്യം സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിന്റെ പെരുമാറ്റം സംസാരം എല്ലാം നീ എല്ലാം രണ്ടുപേരൊന്നും മനസ്സിലാക്കി തന്നു. എൻ്റെ കൂടെ ജീവിച്ചത് അവൻ. ഓരോ രീതി അവൻ്റെ എനിക്കറിയാം. അവൻ്റെ മണം എനിക്ക് നന്നായിട്ട് അറിയാം. നീ അവനെ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. നമുക്കറിയരുത്. നിന്നെ കരയിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അത് ചെയ്തത്. എനിക്ക് നീ കരയിൽ കാണുന്നു പറ്റുന്നില്ല നമ്മു. അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. നിനക്ക് അവനെ മറന്നിട്ട് എൻ്റെ കൂടെ ജീവിച്ചൂടെ? ഞാൻ നിന്നെ പൊന്നു പോലും നോക്കിക്കോളാം. കൂടുതലൊന്നും നീ സംസാരിക്കണ്ട. എനിക്ക് രൺവീറിനെ കാണിച്ചു തരണം. ഞാൻ അവൻ്റെ കൂടെ മാത്രമേ ജീവിക്കൂ. അവനില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനും ഇവിടെ തന്നെ തീർക്കും. നമ്മു, നിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുണ്ട്. നിന്റെ അല്ല, എന്റെയും രൺവീറിന്റെ കുഞ്ഞ്. നിന്റെയും രൺവീറിന്റെയും കുഞ്ഞാ നിങ്ങളുടെ കുഞ്ഞ്. നിങ്ങളുടെ പ്രണയത്തിന്റെ അടയാളം. നീ വാ, ഞാൻ കാണിച്ചു തരാം രൺവീറിന്. ഞാൻ ഓക്കെ. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ട് തല കുടിച്ച് നിൽക്കുന്നുണ്ടല്ലേ? എന്താണ് നീ എങ്ങനെയായി പോയത്? എല്ലാത്തിനും കാരണം മധുവോ? വെറുതെട്ടോ, എന്റെ കുട്ടി അറിയാതെ ചെയ്തതല്ലേ. അവനൊരു തെറ്റ് പറ്റി. അവളോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതാ. ഇനി ഇതുപോലത്തെ തെറ്റൊന്നും അവൻ ആവർത്തിക്കില്ല, അല്ലേ അമീർ? എന്റെ മധു, താൻ ഇപ്പോഴും അവനെ ന്യായീകരിക്കുകയാണോ? ചെറുപ്പത്തിലെ അവന്റെ തെറ്റുകളെല്ലാം തിരുത്തി കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. വിട്ടേക്കിടാടാ. അവർക്ക് അവരെ മോൻ അമീറാ വലുത്. ഞാൻ അവർക്കാരാ? എന്നിൽ നിന്നല്ല അവന് കൊടുത്തിട്ടല്ലേ ഉള്ളവര്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു തലോടലിന് വേണ്ടി, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി. പക്ഷെ ഇപ്പോഴും അവനാ നിങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്. നിങ്ങൾ എന്നെ അവഗണിക്കുന്നവരും ഞാൻ നിങ്ങളെ വെറുത്തിട്ടുണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ഇത്ര വലുതായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോവാ നിങ്ങളുടെ മടിയിലൊന്ന് കിടക്കാൻ, നിങ്ങളുടെ കൈ കൊണ്ടൊരു ചോറ് ഉരുള കഴിക്കാൻ. രൺവീർ, അവൻ തന്നെ വെറുക്കാണെന്നും അവന്റെ വായന മമ്മ എന്നൊരു വിളി കേൾക്കാനും താൻ ആഗ്രഹിച്ചിട്ടില്ലേ? പക്ഷെ തിരിച്ചു താൻ അവൻ എന്താ കൊടുത്തിരിക്കുന്നത്? ഞാൻ എൻ്റെ പെണ്ണിനൊരു വാക്ക് കൊടുത്തിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇനി ഇവിടെ നിൽക്കില്ലെന്ന്. എനിക്കത് പാലിക്കണം. എനിക്കെൻ്റെ നന്മനെയും കുഞ്ഞിനെയും കൂട്ടി ഇവിടുന്ന് പോകണം. 2 ദിവസം താടാ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും. അമീറിൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ട് തുറന്നു പറയാൻ വെച്ചൊരു കാര്യമുണ്ട്. നന്മ പ്രഗ്നൻ്റ് ആണ്. മകളെ, ഇതിപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. ഒരുപാട് സന്തോഷം. മോളെ, ശരിക്കും ഈ അവസ്ഥയിൽ യാത്രയൊന്നും വേണ്ട. മധു, അത് അവരുടെ ജീവിതം. അവർക്ക് തീരുമാനിക്കറിയാം. തനിക്കൊരു അവകാശമില്ല. ദാദാ, നമ്മളിവിടുന്ന് പോയാ എനിക്ക് ഗാമേനെയും ഗാംപേനെയും പിന്നെ അച്ഛനൊക്കെ എങ്ങനെ കാണാൻ പറ്റുക? നവിക്കുട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? നമുക്ക് കുഞ്ഞാവൊക്കെ ആയി കഴിഞ്ഞിട്ട് പതിയെ അവര് കാണാൻ വരാം കേട്ടോ. കുഞ്ഞാ വന്നിട്ട് നമുക്ക് വരാം. വിഷമമുണ്ടോ രൺവീറിന്? എന്തിന്? ഞാൻ എൻ്റെ ഫാമിലിക്കൊപ്പല്ലേ. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അമീർ ഇത് കുറച്ച് കൂടി പോയി കേട്ടോ. രൺവീർ പറഞ്ഞ ഡീറ്റെയിൽസ് എടുത്തു നോക്ക്. ചിരാഗ്, ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എടുത്തോ. പിന്നെ എനിക്കുള്ള വർക്കൊക്കെ ഇനി ഇമെയിൽ വഴി അയച്ചാൽ മതി കേട്ടോ. എന്താ ഞാൻ ഈ കാണുന്നത്? വഴക്കൊന്നും കൂടാതെ നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഇത് നോക്ക്, ഈ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കോ. അമീറിനെ കൊല്ലാൻ നോക്കിയ ആളുടെ ഡീറ്റെയിലാ. പിന്നെ വേറെ പലതും ഉണ്ട് ഇതിൽ. ദാ എനിക്ക് കേട്ടി, ഞാൻ നോക്കട്ടെ തരുൺ. ആ വാട്ട്? ദാ അമീർ, നീ തന്നെ നോക്ക്. ലിയ ഫെർണാണ്ടസ്. വാവ്, 20 മില്യനാണ് നമ്മുടെ കമ്പനിയിൽ നമ്മൾ അടിച്ചു മാറ്റിയത്. പെണ്ണ് കൊള്ളാലോ. എന്നെ കൊല്ലാൻ നോക്കിയതും ലിയ ഫെർണാണ്ടസ്. അമീർ, നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ലിയ ഫെർണാണ്ടസിനെ വെറുതെ വിടാനാണോ നിന്റെ ഉദ്ദേശം? അതോ ഗോഡൗണിലേക്ക് എത്തിക്കണം? എനിക്ക് തോന്നുന്നുണ്ടോ റിങ്കി? തരുൺ, അവളെ ഗോഡൗണിലേക്ക് എത്തിക്കേ. വെറുതെ വിടാൻ ഞാൻ പുണ്യാളനല്ല, ചെറുത്താനാ.
കണ്ട രണ്ടും കീരിയും പാമ്പാ, പക്ഷെ ഒരുത്തർ പണി കൊടുക്കാൻ രണ്ടും ഒരു പോലെ. അവൻ ഞാൻ പറഞ്ഞ വിശ്വസിക്കും. നീ എന്താ എന്നെ മനസ്സിലാക്കാത്ത? ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാം റെയിൽവേ ഇരുന്ന് മൂങ്ങിയ കണ്ണീരൊന്നും താഴെ വീഴിക്കുന്ന ആസിഡിന് ഫലം ചെയ്യും. അത്രയും വൃത്തികേട് വന്നിട്ട് മനസ്സ്. എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് എന്റെ മുന്നിൽ നോടം കളിക്കുന്നോടി പോന്നി. എന്നെ ഇതിനെ തെറ്റിച്ചിട്ട് നീ അങ്ങ് സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചോടി. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ അതിവിടെ ഏക്കില്ലെന്നുള്ളൂ. ഇതുപോലെ എടുത്ത് അറിയാന്ന് വിചാരിച്ചടാ. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങി തിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സേഫ് ആയിട്ട് പോരാനും എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കൊക്കെ ഉള്ളൊരു സമ്മാനമൊക്കെ കൊണ്ടുവരും. രൺവി, ആ, വിട്. പൊന്നാരം പോണേ, എന്റെ പെണ്ണ്, എന്റെ കുഞ്ഞ്, എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ലീവ് ഇടാ ലിയ, നമ്മൾക്ക് വിടാൻ പറയും. അവളെ എനിക്കെന്തിനാ? ഞാൻ അവളെ വെറുതെ വിട്ടോളാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും മരണം, അതിനുശേഷം മാത്രമേ അവളെ പോകൂ. നന്നു മോളെ, ഏയ് ഒന്നുമില്ലല്ലോ നിനക്ക്? ഓക്കെ അല്ലേ? നന്മു അമീറിന്റെ കയ്യിലാ. ഇനി നിന്നെ തീർക്കാലോ. ഒന്നിനും കൊള്ളാത്തമാർ അടി നിന്ന് മേടിക്കാം. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. ഗുഡ് ബൈ അമീർ. അമീർ, അമീർ, അമീർ. രൺവീർ, രൺവീർ എന്താ ചെയ്തത്? രൺവീർ പറയാ. രൺവീർ, നന്മു, I'm sorry. അമീർ, അമീർ, നിക്കടെ ഇവിടെ. എവിടെ പോന്നു? സാർ, ഇവിടെ അറസ്റ്റ് ചെയ്യണം. ഇനി നീ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ലടി. വാടിയുടെ രൺവീർ വൈകിപ്പോയില്ലടാ. കുറച്ച് നേരത്തെ വരണ്ടേ? എന്തിനാടാ എനിക്ക് നേരെ വന്ന ബുള്ളറ്റ് നീ ഏറ്റു വാങ്ങിയത്? എല്ലാവരും മുന്നിലും ഞാനൊരു കുറ്റവാളിയെ പോലെ തല കുറിച്ച് വീണ്ടും നിൽക്കാനാണോടാ? അതെ, എന്റെ അവതാരം കൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നത് ഉറഞ്ഞ ആലോചിക്കും. നീ ഒരുപാട് ആഗ്രഹിച്ചത് അവിടെ ഞാൻ നിന്റെ ഏൽപ്പിക്കും. പൊന്നെ പോലെ നോക്കിക്കാണടാ അമീർ. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ നന്മനെ കൊണ്ട് നീ സന്തോഷത്തോടെ ജീവിക്കണം. രമേ, രമേ, എടാ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. എവിടെ കണ്ണു തുറക്കടാ, കണ്ണു തുറക്കടാ. നിന്റെ പേരിൽ റിഗ്രറ്റ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കണ്ണു തുറക്കടാ. എന്തൊരു പാവം, കാലിന് പോലും വേണ്ട നിന്നെ. നിന്നെയും വേണ്ടല്ലോ, നീ അതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. ഓ ശരി ശരി. അല്ല, നിന്റെ പെണ്ണുമ്പിള്ളെ നീ തന്നെ വെച്ചിട്ടോ. എനിക്ക് നോക്കാനൊന്നും പറ്റില്ല. ഞാൻ ജീവനോടെ ഉണ്ടല്ലോ, ഞാൻ തന്നെ അവിടെ നോക്കിക്കോളാം. ഒന്നാമത് ആര് തരുന്നു നിനക്ക് അവളെ? ഞാൻ അപ്പ മരിക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് അത് നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ആര് സീരിയസ് ആയി എടുത്തു? എനിക്കൊന്നും അവളെ വേണ്ട. നീ ഇല്ലെങ്കിൽ ചെത്തുകളെന്ന് പറഞ്ഞ അവളെ ഞാൻ എങ്ങനെ നോക്കാനാ? പിന്നെ നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യ, ആർക്ക് സ്നേഹം? ഒന്ന് പോടാ. ഏതോ ഒരു കാലക്കെടുന്ന് കയറി നിന്നതാ. എന്റെ ജീവൻ പോയത് എന്റെ ഭാഗ്യം. ഈ ചാവാഞ്ഞത് എന്റെ കഷ്ടകാലം കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. മമ്മയ്ക്കിപ്പം നിന്നോടാണല്ലോ സ്നേഹം. എന്നെ വേണ്ട. നിന്നെ ശുശ്രൂഷിക്കലും ഉമ്മ വയ്ക്കലും 24 മണിക്കൂർ ഇവിടെ തന്നെയാണല്ലോ. എന്നെ ശുശ്രൂഷിക്കുന്ന വിചാരിച്ച് മമ്മയ്ക്ക് എന്നോട് നിന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടമുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട.
മമ്മക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാൻ നേരമില്ല. എനിക്ക് പോകണം. നമ്മൂനെ ഡോക്ടറെ കാണിക്കാനുണ്ട്. അവളെന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നെ വന്ന് കണ്ടോളും. അല്ല, ഡിസ്ചാർജ് ദിവസമല്ലേ, പിന്നെ നിന്നെ കാണാൻ വരുന്നല്ലേ. ബൈ. എൻ്റെ ഭാര്യ നോക്കാൻ വയ്യുന്നല്ലേ ഇവൻ പറഞ്ഞേ. എന്നിട്ട് 24 മണിക്കൂർ അവളുടെ പിന്നാലെ ആണല്ലോ. കഷ്ടം. നമ്മു, നമിത മോൾക്ക് വിശക്കുന്നില്ലേ? അവളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? കള്ളിപ്പെണ്ണ് കരയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നരു? നോക്കിയോ കരണമേ, അവിടെ കണ്ണിന്ന് വല്ല വെള്ളം വരുന്നുണ്ടോ? സൗണ്ട് വല്ലതും വരുന്നുണ്ടോ? ഇല്ലല്ലോ. എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അത് അവളുടെ അച്ഛനെയും ഡാഡേനെയും കാണാത്തന്റെ എക്സ്പ്രഷൻ ഇട്ട് തകർക്കുന്നതാ. ഇവളാള് കൊല്ലാലോ. അല്ല, ഇവളുടെ ഡാഡ എവിടെ പോയി? ഡാഡിയും ബാഹുബലിയും കൂടിയിട്ട് അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. ബാബജി, ഏട്ടായുടെ അടുത്തേക്ക് വാ. വേണ്ട വേണ്ട, ഈ എക്സ്പ്രഷൻ ക്യൂൻ ഇവിടെ ഇരുന്ന് എക്സ്പ്രഷൻ ഇട്ടോട്ടെ. ഇനി നിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ 2 കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചാലേ നമ്മൾ മറ്റൊരു വീട്ടിലെന്നുള്ളത് മറക്കരുത് കേട്ടോ. മാധവ്, കുട്ടികൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നീട്ടി വെക്കണ്ട. പെട്ടെന്ന് തന്നെ കല്യാണം അങ്ങ് നടത്തിക്കളയാം നമുക്ക്. പിന്നെന്താ, കുട്ടികൾക്ക് ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ നടത്താം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ കുട്ടിക്ക് അമ്മയില്ലാത്ത ദുഃഖം ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടാവില്ലല്ലോ. അതിന്റെ പേടിയൊന്നും വേണ്ട. എൻ്റെ മോളെ ഞാൻ നല്ല പോലെ നോക്കിക്കോളാട്ടോ. പിന്നെ കുട്ടികൾ സംസാരിച്ച് എന്തായാലും ഒരു തീരുമാനത്തിലെത്തട്ടെ. അവരുടെ കൂടി ഇഷ്ടം അറിയണ്ടേ. വിവാഹം ചെയ്ത് അങ്ങനെ പോണു. ഒന്നും പറയണ്ട, സഹിക്കുക. അവ ഇരിക്കുന്നതിന്റെ പെടുമ്പിളെ കൊണ്ട് ഞാൻ തോറ്റടാ. വയ്യൻ, തനിക്കെന്നെ ഇഷ്ടാവൂന്നൊന്നും അറിയില്ല. എന്നാൽ ഒരു കാര്യം പറയാം. എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്. എൻ്റേതാവില്ലെന്നും എൻ്റേതല്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളെന്നെ. താൻ എൻ്റെ ജീവിതത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൾ എത്ര എനിക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷെ ഒരു വാക്ക് ഞാൻ തരാം, ഒരിക്കലും തന്നെ വേദനിപ്പിക്കാനോ തന്നെ നിന്ന് അകറ്റാനോ ഒന്നും ഞാൻ ശ്രമിക്കില്ല. ഒരു പ്രാവശ്യം എനിക്ക് ആ തെറ്റ് പറ്റിയതാ. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പ്രണയമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ഞാൻ അത് ആവർത്തിക്കില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും വിവാഹത്തിന് സമ്മതാണോ? അമീർ, എനിക്കറിയാം അമീർ ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതെന്നും അമീറിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അമീറിന്റെ പ്രണയത്തിന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. എന്നെ മനസ്സിലാക്കിയതിന് താങ്ക് യു. എനിക്ക് വിവാഹത്തിന് സമ്മതം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ രാത്രി ഒരുപാട് സന്തോഷിക്കേണ്ട നിമിഷത്തിൽ എവിടെയോ ഒരു വിങ്ങല് ഹൃദയത്തിൻ്റെ കോണിൽ. ഇപ്പോഴും പ്രണയത്തിൻ്റെ ഒരു വിങ്ങലായി നമ്രത നീയുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ വയ്യനെ വേദനിപ്പിക്കില്ല കേട്ടോ. അമീർ, ആ ഇതാ വരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ പുറപ്പെട്ടു പോരേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ മാറി താമസിക്കാൻ വിചാരിച്ചതല്ലേ. പിന്നെ കുഞ്ഞുണ്ടായിട്ട് മതിച്ചിട്ട് കാത്തിരുന്നതല്ലേ. ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് അങ്ങ് പോകുന്നത്. അതൊക്കെ വിട്ടെ. എത്ര നാളായി നമ്മൾ തമ്മിലൊന്ന് എൻജോയ് ചെയ്തിട്ട്. നിന്റെ മേത്തിങ്ങനെ ചാരിക്കിടന്ന് കുറച്ചേരം കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ രണ്ടും ഒന്നല്ലോ. സമ്മതിക്കൂല. എനിക്ക് ബ്രഹ്മചര്യം ഇനി മുതൽ തോന്നുന്നു. ഡാഡിയുടെ മക്കള് വന്നേ. എന്റെ പിള്ളേർക്ക് ആക്ടിങ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് ഇപ്പഴാ മനസ്സിലായി. ഡാഡയുടെ മക്കളും മക്കളുടെ ഒരു ഡാഡി